മലയാളികൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു താരത്തിൻ്റെ വാർത്ത തന്നെയാണ്. അതായത് നടൻ മോഹൻ ശർമ്മയുടെ വാക്കുകൾ തന്നെ. മോഹൻ ശർമ്മയെ ഇപ്പോൾ ആരും നോക്കാനില്ലാതെ, അദ്ദേഹം ഇപ്പോൾ ഒരു സഹായവുമില്ലാതെ, കയ്യിൽ പൈസ പോലുമില്ലാതെ കഷ്ടപ്പെടുകയാണ് എന്ന് പുറത്തുവരുന്ന വാർത്തയ്ക്ക് ആദ്യം വരുന്ന ഒരു ചോദ്യം എന്നത് ആദ്യ ഭാര്യയും മകളെയും തന്നെയാണ്. ആദ്യ ഭാര്യ ലക്ഷ്മിയും മകൾ ഐശ്വര്യയും ഇപ്പോഴും നടികളായി തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും തരംഗമായി നിൽക്കുന്നവരാണ്. അവർ പോലും സഹായിച്ചില്ല എന്നാണ് പലപ്പോഴായി തന്നെ പലരും പറയുന്നത് എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് കൃത്യമായ ഒരു കാര്യം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഹൻ ശങ്കറിൻ്റെ ഭാര്യ അദ്ദേഹത്തെ നോക്കാത്തതും മകൾ അദ്ദേഹത്തെ നോക്കാത്തതും ഒക്കെയാണ് പലരും ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയുമായി അദ്ദേഹം 5 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ലക്ഷ്മിക്ക് ആദ്യ ഭർത്താവ് ഭാസ്കറിലുണ്ടായിരുന്ന മകളാണ് ഐശ്വര്യ. ആ 5 വർഷവും ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം അവളെ പൊന്നുപോലെയായിരുന്നു നോക്കിയിരുന്നതെന്നാണ് പലപ്പോഴായി തന്നെ കുറിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം മകൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യമെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി പറയുകയും ചെയ്യുന്നുണ്ട്. ഐശ്വര്യ സ്വന്തം മകളെപ്പോലെ നോക്കിയ മോഹൻ ശർമ്മ എന്ന നടന് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അത് അവർക്ക് സഹിക്കാനാകില്ല എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വൃദ്ധസദനത്തിലാണെന്ന വാർത്ത കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമാണ് ആദ്യം തോന്നിയത്. എത്ര വലിയ നടനായാലും സമ്പത്തില്ലെങ്കിൽ പിന്നെ ഇതാണ് അവസ്ഥ. 5 വർഷക്കാലം ലക്ഷ്മിയോടൊപ്പം ഹൗസ് ഹസ്ബൻഡായി വീടും കുഞ്ഞിനെയും പരിപാലിച്ച് ജീവിച്ചു വരുമ്പോൾ അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയാവുന്നതാണ് നമ്മൾ കാണുന്നൊരു കാഴ്ച. കുറച്ചു കാലം 2 ബെഡ്റൂമിൽ കഴിഞ്ഞൊരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നറിഞ്ഞ പെട്ടിയുമായി ഇറങ്ങിപ്പോവുകയായിരുന്നു മോഹൻ. ഇതൊരു തമിഴ് അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞ വിവാദമായപ്പോൾ മോഹൻ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞ് ശാന്തി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിലും മക്കളുണ്ടായെങ്കിലും അവസാനം ആരുമില്ലാത്ത അവസ്ഥയിലെത്തി. ചട്ടക്കാരി, നെല്ല് പോലുള്ള സിനിമകൾ കണ്ടാൽ മോഹന്റെ റൊമാൻറ്റിക്കൽ സീനുകൾ തന്നെ കാണാം. അതിലൂടെ തന്നെയാണ് ലക്ഷ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയത്. ലക്ഷ്മിയും മോഹനും അതിലൂടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്തത്. അതിലൂടെ തന്നെയാണ് ഇവരുടെ പ്രണയം പൂവണിഞ്ഞത് എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.